ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്രീം ബണ്ണാണ് കേട്ടോ നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ക്രീം ബണ്ണ് ഉണ്ടാക്കുമ്പം ആ ഒരു ബണ്ണും ക്രീമും എല്ലാം ഉണ്ടാക്കാറുണ്ട്. നമ്മളിങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് ആ ഒരു ബണ്ണ് ഉണ്ടാക്കുന്നത് അല്ലേ. പക്ഷേ ഇതിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ബണ്ണും ആ ഒരു ക്രീമാണ് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ ബണ്ണ് എടുത്തിട്ടുണ്ട്. ബർഗർ ബണ്ണും അതുപോലെ തന്നെ സ്വീറ്റ് ബണ്ണും രണ്ടും ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ആദ്യം ഒന്ന് പകുതിയായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഇത്തിരി മധുരം ഉണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മളിതാ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2-3 ടേബിൾ സ്പൂൺ ബട്ടറുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മെൽറ്റായിട്ട് വരണം. ആ ഒരു സമയത്ത് നമ്മളിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ നമ്മൾ കൂടുതൽ ചേർക്കുമ്പോൾ കേട്ടോ അതിന് നല്ലൊരു സിൽക്കി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ വരിക. അപ്പോൾ നമ്മളെ കയ്യിൽ എത്രയാണുള്ളത് അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പാലും കൂടെ ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അത് പാല് കുറവായിരുന്നു, കുറച്ചൊരു തിക്കായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടെ പാല് ചേർത്തിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാല് ഒരുപാട് ഒഴിക്കരുത്. പാൽപ്പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതങ്ങനെ ലൂസായിട്ട് പോകും. അപ്പോൾ നമ്മൾ കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാല് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ടർ കുറയരുത്. ബട്ടർ കുറയുമ്പം ഈ ഒരു ടെക്സ്ചർ കിട്ടില്ല. പഞ്ചസാര കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് മധുരം ഒരുപാട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം മധുരം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ സാധാരണ ക്രീം ബണ്ണിൽ കിട്ടുന്ന ആ ഒരു ഭയങ്കര മധുരത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. അതൊരു വൈറ്റ് കളറുമാണ്, വേറെ ഒരു പ്രത്യേക മധുരത്തിൻ്റെ ടേസ്റ്റാണ്. ഒരുപാട് പേർക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ ഇതൊരു മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഒരു ക്രീമി ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ മധുരം ആവശ്യമില്ലാത്തവർക്ക് നന്നായിട്ട് മധുരം കുറച്ചാൽ മതിയേ. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ബർഗർ ബണ്ണിലേക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ബാക്കി പീസും കൂടെ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തു. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആ ഒരു സ്വീറ്റ് ബ്രെഡിലേക്കും ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. മധുരം ഇല്ലാത്ത ബ്രെഡാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ആ ഒരു ബ്രെഡിൽ തന്നെ സ്വീറ്റ്നെസ് ഉണ്ടാകുമ്പോൾ കുറച്ച് അധികം മധുരം തോന്നും. ഞാൻ ആ ഒരു ക്രീം വെച്ചിട്ട് ഇതാ 3 ബണ്ണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെയും കുറേ ക്രീം ഉണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കോഫി പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചെടുത്തു കേട്ടോ. ആദ്യം കുറച്ച് മാത്രം ഇട്ട് നോക്കി, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കോഫിയുടെ ടേസ്റ്റ് അധികം ആയിട്ടില്ല. അപ്പോൾ ഞാനിതാ കുറച്ചും കൂടെ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എവിടെയും കണ്ട റെസിപ്പി അല്ല, എനിക്ക് ജസ്റ്റ് ആ ഒരു ടൈമിൽ ഇങ്ങനെ തോന്നിയതാണ്. ആ ഒരു രീതിയിൽ തന്നെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കുറച്ചും കൂടെ നമ്മളിതിലേക്ക് ബട്ടറും പാലും ചേർത്ത് കൊടുത്താൽ നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. ഞാൻ പക്ഷേ അതിനി കൂടുതൽ ചേർക്കുന്നില്ല. അപ്പോൾ ഇതന്നെ അത്യാവശ്യം ഒരു റിച്ച് ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ആ ഒരു ബർഗർ ബൺ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു പീനട്ട് ബട്ടർ ഇല്ലേ നമ്മൾ, ആ ഒരു ടെക്സ്ചറും ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ഫസ്റ്റത്തെ ഒരു ബർഗർ ബണ്ണിലേക്ക് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു ക്രീം ബണ്ണിലേക്കും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോഫിയുടെ ഒരു ക്രീം ബണ്ണിൻ്റെ ഒരു ക്രീമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ക്രീമിനേക്കാളും എനിക്കിഷ്ടമായിട്ടുള്ളത് എൻ്റെ ആ ഒരു സ്വന്തം റെസിപ്പി ആയിട്ടുള്ള ആ ഒരു കോഫിയുടെ ക്രീം ബണ്ണാണ്. അപ്പോൾ അങ്ങനെ ഞാൻ 3 കോഫിയുടെ ക്രീം ബണ്ണായിട്ടും 3 അല്ലാത്ത ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ക്രീം ബണ്ണായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് രണ്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ ഇത് ഒരുപാടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര റിച്ച് ആയിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ. അപ്പോൾ ഒരിക്കലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണേ.